നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ഒരു വേദിയിൽ കാണാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ബാബുവച്ചന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഈ പന്തൽ കണ്ടപ്പോഴാണ് ബാബുവച്ചൻ ഓർത്തത് നിങ്ങളെ കൂട്ടിക്കളയാവുന്നത് കേട്ടോ. ഇത്രയും സൗകര്യം വേറെ എവിടെയാണുള്ളത്? കാവാട്ട് ഹോളിൽ എങ്ങനെ വന്നാലും ഒരു 1800 പേരെ കൊള്ളാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് നമ്മുടെ വിശാലമായ സൗകര്യങ്ങളൊക്കെ ഇവിടെ ലഭിച്ചത്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനൊരു വേദി കിട്ടി. ഏതായാലും നമുക്ക് വേണമെങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെയൊന്ന് കൂടാവുന്നതാണ്. ഞാൻ മറ്റു പല രൂപതകളിലും ഇങ്ങനത്തെ കൂട്ടായ്മകൾക്ക് പോയിട്ടുണ്ട്. എല്ലാവരും കൂടെ രൂപതയിലെ മുഴുവൻ മതാധ്യാപകരും കൂടെ ഒരു ദിവസം ഒരുമിച്ച് കൂടുന്ന മനോഹരമായൊരു കൂട്ടായ്മ, അത് നമുക്ക് തുടരാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് തന്നെ നന്ദി പറയാനായിട്ടുണ്ട്. കാരണം നിങ്ങളാണ് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിശ്വാസ പരിശീലനത്തിൽ ഏറ്റവും അധികം ഞങ്ങളെല്ലാവരെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സഹകാരികളാണ് നിങ്ങളെല്ലാവരും. വിശ്വാസ പരിശീലനം നൽകുന്നതിൽ ഏറെ സഹായിക്കുന്നവരാണ്. എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമ്മുടെ സഭയിൽ സഭാമക്കളുടെ വിശ്വാസ ജീവിതം ശക്തമായിട്ട് പോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് സൺഡേ സ്കൂൾ സംവിധാനമാണ്. അതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അഭിനന്ദ പിതാവ് നിങ്ങളോട് കാര്യമായിട്ട് ചോദിച്ചു, നിങ്ങൾ സക്സസ്ഫുൾ ആണോ, ഇഫക്റ്റീവ് ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഈ പ്രവാസി രൂപതകളിൽ പലയിടങ്ങളിലും ധ്യാനം നയിക്കാനായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ സീറോ മലബാർ മക്കൾക്ക് ധ്യാനം നയിക്കും. ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഗ്രേറ്റ് ബ്രിട്ടനിലും അതുപോലെ കാനഡയിലും ഒക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച, നാട്ടിലൊക്കെ പള്ളിയിൽ ഏറ്റവും പുറകിലൊക്കെ പോയി നിൽക്കുന്ന പാർട്ടികൾ അവിടെ ചെല്ലുമ്പോൾ പള്ളി ഫ്രണ്ടിൽ തന്നെയുണ്ട്. അവിടെ ദേവാലയ ശുശ്രൂഷയുടെ പങ്കുവഹിക്കാൻ നമ്മുടെ മക്കളൊക്കെ ഉണ്ട്, അവിടെയുണ്ട്. ചെറുപ്പക്കാർ പിള്ളേരെല്ലാം ആവേശപൂർവ്വം അച്ഛന്മാരെ സഹായിക്കാനും അവരാണ് ശരിക്കും പറഞ്ഞാൽ ആ പള്ളി നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പം അവരെല്ലാം കാണുമ്പോൾ അവിടെ നിറഞ്ഞ് കവിയുന്ന പള്ളികൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് സീറോ മലബാർ പള്ളികൾ കാണുമ്പോൾ ഞാൻ ഒത്തിരി അഭിമാനിക്കാറുണ്ട്. ഞാനപ്പോൾ നമ്മുടെ മാതൃസഭയെക്കുറിച്ച് ഓർക്കാറുണ്ട്. നമ്മൾ ഇവിടുന്ന് കൊടുത്ത വിശ്വാസ പരിശീലനമാണ് ആ വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ മക്കളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഒന്ന് കൈയടിക്കുക, നല്ല കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കല്ലുപോലെ കേട്ടിരിക്കുക. എന്നെ മനുഷ്യരല്ലേ, നിങ്ങളെക്കുറിച്ചാണ് നല്ല കാര്യം പറഞ്ഞു കേട്ടോ. നിങ്ങളിങ്ങനെ വേദപാഠം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അവർ ലോകത്തെവിടെ ചെന്നാലും തമ്പുരാനെ തേടി പോകുന്നതും നമ്മുടെ പള്ളി അന്വേഷിച്ചു പോകുന്നു. പോകാത്ത കുറേ എണ്ണം ഉണ്ട്, അത് പോട്ടെ, അത് പിന്നെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. എന്നാലും വളരെ സജീവമായ സഭാ സമൂഹങ്ങളെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മുടെ പള്ളികളിൽ ഇപ്പോൾ ഇടദിവസമൊക്കെ ചെന്നാൽ ഒരു 50 വയസ്സിന് മുകളിലുള്ളവരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത് മോശമെന്നല്ല, അവരെങ്കിലും വരുന്നുണ്ടല്ലോ, അവരും കൂടെ വരാതിരുന്ന എന്നെ എടുക്കും അല്ലേ. പക്ഷെ അവിടെ താരതമ്യേന ചെറുപ്പക്കാരായ ചെറുപ്പക്കാർ അവിടെ ദേവാലയത്തിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും. ആ രീതിയിൽ നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ തന്നെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് അഭിനന്ദി പിതാവ് നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ചില ബോധ്യങ്ങൾ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മുടെ ഒരു പട്ടണത്തിലെ ഇടവകയിൽ ഒരു ദിവസം ഞാൻ കുർബാനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ നല്ല മിടുമിടുക്കിയായ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് എന്നെ കാണാൻ ഇടിച്ചു കയറി വന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ പിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കത്തൊന്നുമില്ല. അവരിങ്ങി വരും, അവർക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ നല്ല കാര്യമാണ്, നമുക്ക് സന്തോഷമാണ്. അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, പിതാവേ എനിക്കൊരു കംപ്ലൈൻറ്റ് പറയാൻ. ഞാൻ ചോദിച്ചു, കർത്താവേ ഇവളും തുടങ്ങിയോ കംപ്ലൈൻറ്റ്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ 7ാം ക്ലാസ് വരെ ഗൾഫിലായിരുന്നു പഠിച്ചിരുന്നത്. എന്നിട്ട് അവൾ പറഞ്ഞു, അവിടെ സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിള്ളേർക്കെല്ലാം സൺഡേ സ്കൂളിൽ പോകാൻ വലിയ സന്തോഷമായിരുന്നു, നല്ല രസമായിട്ട് പഠിപ്പിക്കുമായിരുന്നു, ഒത്തിരി ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആകാൻ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. പിന്നെ ഇച്ചിരി മലയാളവും പറയാമായിരിക്കും, അതുകൊണ്ടും കൂടി ആയിരിക്കും അത് നിങ്ങൾ കാത്തിരുന്നത്. എന്നിട്ട് അവൾ പറഞ്ഞു, 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പപ്പായും അമ്മയും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ നാട്ടിൽ തിരിച്ചു വന്നു. എന്നിട്ട് അവൾ പറയുക, എൻ്റെ പിതാവേ എന്നാ ബോറാ ഇവിടുത്തെ സൺഡേ സ്കൂള്. ഇവിടുത്തെ സൺഡേ സ്കൂൾ എന്നാ ബോറാ. ആ ടീച്ചർ ഇങ്ങോട്ട് വരും, ആ പുസ്തകം അങ്ങോട്ട് തുറക്കാൻ പറയും,
ഓരോരുത്തരെ കൊണ്ട് അങ്ങോട്ട് വായിപ്പിക്കുക. എനിക്കാണെങ്കിൽ ഇത് ശരിക്കും അങ്ങോട്ട് വായിക്കാനും പറ്റുന്നില്ല, ഒരു രസവും ഇല്ല. ഇപ്പം ഞായറാഴ്ചയാകുമ്പോൾ മടിയാണ്. എനിക്ക് ആ പെങ്കൊച്ചിനോട് ഒത്തിരി അപ്രീസിയേഷൻ തോന്നി. അവളൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ പറയാൻ വന്നല്ലോ, അവൾക്ക് ഭയങ്കര ബോറാണ്. ഞാൻ നിങ്ങളോടങ്ങ് പറഞ്ഞേക്കുന്നു കേട്ടോ, നമുക്കിപ്പോൾ നമ്മുടെ സൺഡേ സ്കൂളൊക്കെ സജീവമായിട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്. പിതാവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്തേരം മെറ്റീരിയലാണ് ഈ യൂട്യൂബിലും ഒക്കെ കിടക്കുന്നത്. ക്ലാസ്സിലാണെങ്കിൽ ആകപ്പാടെ 4, 3, 7 പിള്ളേരേ ഉള്ളൂ. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കൊണ്ടുപോയി കാണിച്ചാലും അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ സ്ക്രീനൊന്നും വേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏതെല്ലാം തരത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ സജീവമാക്കാൻ സാധിക്കും ഇപ്പം. അതേസമയം അവിടെ ചെന്നിട്ട് പുസ്തകം വായിപ്പിച്ച്, അല്ലേ, അവരോ പറഞ്ഞ പോലെ ഞങ്ങളുടെ ടീച്ചറിന് കാറോയ പട്ടമാണ് കിട്ടിയത്. അതെന്താണ് കാറോയക്കാരെന്ന് പറഞ്ഞാൽ? വായനക്കാരൻ എന്നാണ്. ഈ പുള്ളി വരുമ്പോൾ മുതൽ പോകുന്നോടം വരെ വായനയോട് വായനയാണ്. എന്നിട്ട് വായിച്ചിട്ടും അക്ഷരത്തെറ്റും എല്ലാം ഉണ്ട്, എന്നാലും വായനയാണ്. വായിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പുള്ളി വായിച്ചു കഴിഞ്ഞിട്ട് പുള്ളി തന്നെ ഇങ്ങനെ കുറേ നേരം ഒന്നും മിണ്ടാതെ നിൽക്കും. എന്നാ അന്നേരം ആശാനും വായിക്കുന്നു. ഇത് എന്നതാ ഇതിനകത്ത്? ഓഹോ ശരി, ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് പിന്നെ ഒരു ഒരു വിശദീകരണമുണ്ട്. അത് എന്നതാ? ആ ഒരു പിടിയില്ല, പിള്ളേർക്കൊന്നും മനസ്സിലാകത്ത പോലെ. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു താല്പര്യം നമുക്ക് വേണം. നിങ്ങളുടെ ഒരു മണിക്കൂർ ക്ലാസ് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈശോ ഏകരക്ഷകനാണ്, തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്നൊക്കെ തോന്നുമോ? അതാണ് നമ്മുടെ മുമ്പിലൊരു ചോദ്യം, വെല്ലുവിളി. അതൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ കുറച്ചും കൂടെ ഒന്ന് ഒരുങ്ങി ക്ലാസ്സുകളൊക്കെ എടുക്കാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളുടെ ശുശ്രൂഷ വളരെ നല്ലതായിട്ട് മാറും. നിങ്ങളാരും വിചാരിച്ചേക്കരുത് നമ്മുടെ ജനത്തിന് പള്ളിയോട് താല്പര്യമില്ല, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. പള്ളിയോട് എന്നാ താല്പര്യമാണ് നമ്മുടെ പിള്ളേർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ. പള്ളിയിലൊക്കെ എന്ത് ജനമാണ് വരുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ പള്ളി വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് പറ്റിയതൊന്നും അവിടെ കാണത്തില്ല. അതുകൊണ്ടായിരിക്കും. അവരെ കൂടെ കുറച്ചുകൂടെ എന്ന് ഉൾച്ചേർത്ത് കഴിഞ്ഞാൽ അവരും വരും, അവർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീരെ താല്പര്യമില്ലായ്മയൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ ആർച്ച് ബിഷപ്പായി, ഉള്ളത് പറഞ്ഞാൽ ഞാനും വേദപാഠം പഠിച്ച കാലത്ത് എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, ഉള്ളത് പറയാമല്ലോ. നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നോ സൺഡേ സ്കൂളിൽ പോകാൻ? അതിനെ മിണ്ടാതിരിക്കുന്നത്? ഉള്ളത് സത്യം പറ. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പിള്ളേര്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സ്കൂളിൽ പോകാൻ ആർക്കെങ്കിലും ഭയങ്കര ഇഷ്ടം? രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. തല്ലിയൊക്കെ അല്ലേ വിടുന്നത് സ്കൂളിൽ. അത്രയൊക്കെ ഉള്ളൂ. അത് കുട്ടികളുടെ ഒരു രീതിയാണ്. പിള്ളേർ സ്കൂളിലൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കും. പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവൻ്റെ ശ്രദ്ധയെ ആകർഷിക്കത്തക്ക രീതിയിൽ നമുക്ക് അവനോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവൻ കേട്ടിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ അധ്യാപനത്തിൻ്റെ ശൈലികളൊന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് അതൊരു സെക്കൻഡ് പേരൻറ്റിങ് ആയിട്ടാണ് അവരതിനെ കരുതുന്നത്. നമ്മൾ മാതാപിതാക്കളായിട്ട് മാറണം, എന്നാൽ മാത്രമേ നമുക്ക് അവരെ സ്വാധീനിക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവത്തെയാണ്. നമ്മൾ ആരുടെ ദൈവത്തെയാണ് വിളിക്കുന്നത്? പിതാക്കന്മാരുടെ ദൈവത്തെയാണ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ പക്കലേക്ക് ഇന്ന് എല്ലാ കുർബാനയ്ക്ക് ഏറ്റുപറയുന്നത് ബൈബിളിലെ കൊള്ളാവുന്ന 3 പേരുടെ പേരങ്ങ് പറയുന്നു എന്നുള്ളതല്ല. അത് പിതാക്കന്മാരുടെ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത് എന്ന സത്യം നമ്മൾ ഒരിക്കൽ കൂടി പ്രഘോഷിക്കുകയാണ്. അപ്പം നമ്മളും അവരുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പേരൻസ് ആയിട്ട് മാറുമ്പോഴാണ് അവരുടെ ജീവിതത്തെ അറിയുന്ന. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ പോകണം, അവരെ അറിയണം, അവരെ സ്നേഹിക്കണം. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുസൃതി കാട്ടുന്നവർ, നിങ്ങളുടെ ക്ലാസ്സിൽ ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുന്നവർ, അതുങ്ങളെ ഒന്നും നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയരുത്. മിണ്ടാതെ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പോകണം. അവൻ്റെ വീട്ടിൽ പോയി അവൻ ഈ അപ്പനോടും അമ്മയോടും ഒക്കെ എങ്ങനെ ഇടപെടുന്നെന്നൊന്ന് മനസ്സിലാക്കണം. അതോടുകൂടി നിങ്ങൾ അവനെ സ്തുതിക്കും. എന്തിനാണെന്നറിയാവോ? എൻ്റെ മോനെ, ആ അപ്പൻ്റെ അമ്മയുടെയും മകനായിട്ട് ജീവിച്ചിട്ടും നീ ഇങ്ങനെങ്കിലും ഈ ക്ലാസ്സിൽ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ പിള്ളേരോട് വലിയ ആദരവ് തോന്നും. കാരണം അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ
നമുക്ക് അവരോട് സ്നേഹവും ആദരവും എല്ലാം തോന്നും. അതുകൊണ്ട് കരുണയുടെ ഒരു വലിയ ഭാവത്തോടെ വേണം നമ്മൾ സൺഡേ സ്കൂളിൽ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട്. അതോടൊപ്പം നമുക്കൊരു വലിയ പരാജയമുള്ളത് എവിടെയാണ്? ബോധ്യങ്ങൾ ജനിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. ബോധ്യങ്ങൾ, അതായത് ഈശോ ഏകരക്ഷകനാണ്, ഞായറാഴ്ച ദിവസം ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, ഇങ്ങനെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോഴെങ്കിലും നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ പട്ടണങ്ങളിലെ പള്ളികളിലൊക്കെ ചെന്നാൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ ആഴ്ച പോലും കുട്ടികളെ പള്ളിയിൽ കാണാനില്ല. പീഡാനുഭവ വാരത്തിൽ ഓശാന ഞായറാഴ്ച പിള്ളേരെ കാണാനില്ല. പിള്ളേരെന്ത് സന്തോഷത്തോടെയാണ് ഈ ഓശാന കുരുത്തോല പിടിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്കും അതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കൊണ്ടുവരികയില്ല. കാരണം എന്നാ? സൺഡേ സ്കൂളില്ല. സൺഡേ സ്കൂളില്ലെങ്കിൽ പിള്ളേരെ പള്ളി കൊണ്ടുവരാത്ത മാതാപിതാക്കൾ ഇഷ്ടം പോലെ നമുക്കിപ്പോൾ ഉണ്ട്. അതൊക്കെ വലിയ ഒരു ദുരന്തമാണ് വരുത്തി വയ്ക്കാൻ പോകുന്നത് അടുത്ത തലമുറയ്ക്ക്. അതുകൊണ്ട് ഏറ്റവും വിശുദ്ധമായിട്ട് ആചരിക്കേണ്ട ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളും ദേവാലയത്തിലില്ല. വേദാടം ഇല്ലാത്തതുകൊണ്ട് പിള്ളേരെ കൊണ്ടുവരികയില്ല. പേരൻസ് ഒക്കെ എന്ത് എളുപ്പത്തിലാണ്. അപ്പോൾ അവരെ ശരിക്ക് ബോധ്യപ്പെടുത്തി അവരുമായിട്ട് വ്യക്തിപരമായിട്ടൊക്കെ സംസാരിച്ച് ബോധ്യങ്ങളുള്ള മാതാപിതാക്കളെയും ബോധ്യങ്ങളുള്ള ചെറുപ്പക്കാരെയും നമുക്ക് രൂപവൽക്കരിക്കണം. എൻ്റെ ഒരു വലിയ ആഗ്രഹവും ഒരു വലിയ പ്രചോദനവും നമ്മുടെ അതിരൂപതയിൽ നസ്രാണി ഫാമിലി ഫ്രറ്റേണിറ്റി എന്ന പേരിൽ നമ്മളൊരു പുതിയ ഒരു മൂവ്മെൻ്റ് ആരംഭിക്കുകയാണ്. നസ്രാണി കുടുംബ സാഹോദര്യം. അതെന്താണ്? കൂടുതൽ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന, ചെറുപ്പക്കാരായ, വിശ്വാസം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ദമ്പതികളെ നമുക്കൊന്ന് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾക്കുമൊക്കെ പ്രായം ഇച്ചിരി പ്രശ്നമാണ്, എന്നാലും 40 വയസ്സിനൊക്കെ താഴെയുള്ള വിവാഹിതരായ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്കും അതിനകത്ത് പങ്കാളികളാവാം. നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു നേരമെങ്കിലും ഒരു യാമപ്രാർത്ഥന ചൊല്ലണം, സപ്രായോ റംസായോ എന്തെങ്കിലുമൊക്കെ ചൊല്ലണം. നോമ്പും വെള്ളിയാഴ്ച മാംസവർജനവും കൃത്യമായിട്ട് ആചരിക്കണം. ഞായറാഴ്ച കൂടാതെ ഒരു ദിവസം കൂടിയെങ്കിലും ദേവാലയത്തിൽ കുടുംബം മുഴുവനായിട്ടൊന്ന് വരണം. പിന്നെ ഒത്തുചേരലുകൾക്കൊക്കെ വരണം. അങ്ങനെ നമുക്ക് കുടുംബങ്ങളെ ഒന്ന് വളർത്തിയെടുക്കാനായിട്ടുള്ളൊരു പരിശ്രമം നമ്മൾ ആരംഭിക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ചെറുപ്പക്കാരോട് നിങ്ങൾ പറയണം. കാരണം നമുക്ക് കൂടുതൽ മക്കളെ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, വിശ്വാസം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന യുവ ദമ്പതികളെ നമുക്ക് രൂപീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ പരിശീലനം ശക്തിപ്പെടുത്തുള്ളൂ. അപ്പം അതിനേക്കുള്ള ഒരു പരിശ്രമം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ യുവജനങ്ങളിലും വിശ്വാസത്തോടും ആത്മീയ ജീവിതത്തോടും താല്പര്യമുള്ള യുവജനങ്ങളെ നമ്മൾ രൂപീകരിക്കണം. നമ്മൾ ഇത്തവണ തീർത്ഥാടനമൊക്കെ നടത്തി. അതെല്ലാം ആ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. കാരണം ഇച്ചിരി കഷ്ടപ്പെട്ട് ത്യാഗമെടുത്ത് നടന്ന് പോവുക. നമ്മളെ അൽഫോൻസാ തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്നിക് മൂഡാണല്ലോ. നിങ്ങളൊക്കെ എല്ലാ വർഷവും പിള്ളേരെയും കൊണ്ട് പിക്നിക്ക് നടന്ന ദിവസമാണ് അൽഫോൻസാ തീർത്ഥാടനം. നല്ല AC ബസ് ബുക്ക് ചെയ്യുക, അതിനകത്ത് പിള്ളേരെ കയറ്റുക, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം അവർക്ക് കൊടുക്കുക. എന്നിട്ട് പാവം അൽഫോൻസാമയുടെ ജന്മഗൃഹത്തിന് 1/2 കിലോമീറ്ററിന് മുമ്പിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ ഇറക്കുക. കഷ്ടിച്ച് ശകലം സമയം അവരെ കൊണ്ട് നടത്തിക്കുക. എന്നിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞജ്ഞാനമായി, കുമരകമായി, അതായി ഇതായി എല്ലാം കഴിഞ്ഞ് രാത്രി തിരിച്ചെത്തുക. ഇപ്പം പിള്ളേർക്ക് ഈ തീർത്ഥാടനവും പിക്നിക്കും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം അറിയത്തില്ല. അത് നിങ്ങൾ നിർത്തണ്ട. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്, അത് പരിപാടി നടക്കട്ടെ. അത് നിർത്തണ്ട. കാരണം അത് നിർന്നാൽ അതുകൂടെ പോവും. അതുകൊണ്ട് അത് ഉള്ളത് നല്ലതാണ്. പക്ഷെ ഒരു ദിവസമെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളെ ഈ ത്യാഗപൂർവ്വം, അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും ഇനിയും പാറയിൽ മരിയൻ തീർത്ഥാടനം നടത്തും. ഞാൻ എല്ലാവരോടും പറയുന്നത് നടന്ന് തന്നെ വരണം. കൂടുതൽ ദൂരം നടക്കുന്നത് വളരെ നല്ലത്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഞ്ഞനിക്കര തീർത്ഥാടനമൊക്കെ കണ്ടു കാണും. അവരെത്ര ദിവസം അങ്ങ് നടക്കുന്നത്. അത് ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നടപ്പ്. നമ്മൾ ഈ എയർ കണ്ടീഷൻ മുറിക്കാതിരുന്നുള്ള ഒരു ഭക്തി ആയതുകൊണ്ടാണ് ഇതങ്ങോട്ട് ആഴപ്പെടാത്തത്. നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് വിശ്വാസം ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. ഹൈന്ദവ സഹോദരങ്ങളൊക്കെ മല കയറാനൊക്കെ പോകുന്നത് ഒരു വലിയ
ത്യാഗമെടുത്ത് അവർ വ്രതമെടുത്താണ് പോകുന്നത്. നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നു. ഇപ്പം തന്നെ വലിയ നോമ്പ് നോക്കുന്നവരുടെ കൈവെക്കാനെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊക്കെ എല്ലാവരും കൈവെക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഞാൻ കൈവെക്കാനേ പറയുന്നില്ല കേട്ടോ. അപ്പോൾ കാരണം നോമ്പ് നോക്കുന്ന, ഉപവസിക്കുന്ന, അങ്ങനെ വിശ്വാസം ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അപ്പം നമുക്ക് അങ്ങനത്തെ ചെറുപ്പക്കാർ വേണം, കുടുംബങ്ങൾ വേണം. അങ്ങനെ ബോധ്യങ്ങളുള്ള ഒരു തലമുറയെ രൂപീകരിക്കാനുള്ള ഒരു പരിശ്രമം, അതാണ് നമ്മുടെ അതിരൂപതയിൽ നമുക്ക് ലക്ഷ്യമാക്കി. ബാക്കി നമ്മുടെയൊക്കെ അതിരൂപത നൂറ്റാണ്ട് കഴിഞ്ഞ അതിരൂപതയാണ്. നമുക്ക് ഇഷ്ടംപോലെ കെട്ടിടങ്ങളും സ്കൂളുകളും കോളേജുകളും എല്ലാം ഉണ്ട്. ഇവിടെ പഠിക്കാൻ ഇപ്പം പിള്ളേരില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി വേണ്ടത് വിശ്വാസം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, വിശ്വാസം പ്രഘോഷിക്കാൻ ധൈര്യമുള്ള ചെറുപ്പക്കാരെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ആ ഒരു വെല്ലുവിളിയിൽ നിങ്ങളെല്ലാവരും സഹകാരികളാകണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ചില ബോധ്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ഈശോ ഏകരക്ഷകനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരെയൊന്നും ബാക്കിയുള്ളവരും രക്ഷപ്പെടത്തില്ലേ? ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി, എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരേ ഒരു മാർഗം ആരാണ്? ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഇത് മാത്രമേ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് വഴി അറിയാമെങ്കിൽ ഞാനിതിനെ ഈ അറിയാൻ വയ്യാത്ത വഴി കൂടെ പോകുന്നത്? എനിക്ക് കൃത്യമായിട്ട് വഴി അറിയാമല്ലോ. അത് ഈശോ മിശിഹായാണ്. ഈശോ മിശിഹ എന്ന ഏകരക്ഷകനാണ്. അവനെ ഏകരക്ഷകനായിട്ട് പ്രഘോഷിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. ഞാൻ ബാബുച്ചനോട് പറഞ്ഞായിരുന്നു, നമുക്ക് പണ്ട് ഈ ഈശോയുടെ രാജത്വ തിരുനാളിനോടനുബന്ധിച്ച് ക്രിസ്തു രാജൻ ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് മുദ്രാവാക്യം വെളുപ്പിച്ച് പള്ളിക്ക് ചുറ്റുമെങ്കിലും നടത്തിയെന്ന് വരും. അത് നമുക്ക് തുടങ്ങണമെന്ന് പറഞ്ഞു. കാരണം 10 പേരുടെ മുമ്പിൽ നമ്മുടെ മക്കള് ഈശോയ്ക്ക് സിന്ദാബാദ് വിളിച്ച് പഠിക്കണം. അതവരുടെ വിശ്വാസ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. അത് ടൗണിൽ കൂടെ നടക്കണമെന്ന് പോലും ഞാൻ പറയുന്നില്ല, പള്ളിക്ക് ചുറ്റുമെങ്കിലും നടത്തിയാൽ മതി. അത് നിങ്ങൾ ചെയ്യണം. ഇതുവരെ ചെയ്യാത്തവർ ആ വിശ്വാസോത്സവത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നല്ലൊരു റാലി നടത്തണം. ഈശോ മിശിഹ ഏകരക്ഷകനാണെന്ന് ഉറക്കെ വിളിക്കുന്ന കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ നമുക്കുണ്ടാവണം. ഈശോ മിശിഹ ഏകരക്ഷകനാണ്. അപ്പൊ ബാക്കിയുള്ളവരൊന്നും രക്ഷപ്പെടത്തില്ലേ? അപ്പോ അതിനുള്ള മറുപടി, നമ്മുടെ കർത്താവ്, നമ്മൾ അറിയുന്ന നമ്മുടെ കർത്താവ് സ്നേഹവും കാരുണ്യവും ഒക്കെയാണ്. ആരും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ അവൻ എന്തെങ്കിലും മാർഗം കാണും. പക്ഷെ അത് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരേ ഒരു മാർഗം ഏതാണ്? ഈശോ മിശിഹ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഉറക്കെ പറയാം, ഈശോ മിശിഹ എൻ്റെ ഏകരക്ഷകനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അടിസ്ഥാന ബോധ്യം കൊടുത്താൽ നമ്മുടെ പിള്ളേര് വേറെ ഒരു ദൈവത്തിൻ്റെയും പുറകെ പോകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വേറെ എങ്ങും പോകത്തില്ല. അത് കൊടുക്കാൻ പരാജയപ്പെടുമ്പോഴാണ് ഈശോ എന്ന് പറയണോ പിതാവേ, ഈശ്വർ എന്ന് പറഞ്ഞാലും പോരെ. ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെങ്കൊച്ച്, അതിൻ്റെ അപ്പം കൊണ്ടുവന്നു. പണ്ട് ഞാൻ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് എന്നെ ആരാണ്ടുമായിട്ട് പറയാമോ അതാണ്. അവളിങ്ങനെ എൻ്റെ മുമ്പിൽ വരുമ്പം അവളുടെ ആ പെൺകുട്ടികളുടെ ഒരു സഹജമായ ശാലീന ഭാവം ഉണ്ടല്ലോ, അതെല്ലാം നഷ്ടപ്പെട്ട് മുഖമെല്ലാം ഇങ്ങനെ വരിഞ്ഞു മുറുകി അപ്പനോട് മത്സരിച്ച് നിൽക്കുകയാണ്. അവൾ പ്രണയിക്കുന്ന പുരുഷനെ കല്യാണം കഴിക്കണം. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ, കർത്താവ് ഈശോ മിശിഹ നിന്നെ വീണ്ടെടുത്തതാണ്. മാമോദീസ നിനക്ക് ലഭിച്ചതാണ്. അത് നിസ്സാരമല്ല. അതൊരു ക്ലബിൽ അംഗത്വം എടുക്കുന്ന പോലെ അല്ല. കർത്താവ് ജീവരക്തം തന്ന് നിന്നെ വീണ്ടെടുത്തതാണ്. അപ്പോൾ ആ ഈശോയെ ഉപേക്ഷിക്കാവോ? ഉടനെ അവൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഫാദർ, ഈശോ എന്ന് തന്നെ പറയണോ? ഈശ്വർ എന്ന് പറഞ്ഞാൽ പോരെ? ഇങ്ങനെയുണ്ട്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് നമ്മൾ വേദാന്തം പഠിപ്പിച്ചു. അപ്പോൾ ഏതായാലും അങ്ങനെ അവൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈശോ ഏകരക്ഷകനാണെന്നുള്ള അടിസ്ഥാന ബോധ്യം അവൾക്കില്ല. അപ്പം നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ആവർത്തിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങൾ അടുത്ത വർഷമെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയ ബുക്ക്ലെറ്റായിട്ട് കിട്ടും. അത് തയ്യാറാക്കാമെന്നൊക്കെ ഈ ബാബുവച്ചൻ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട്. ഇതുവരെ അനക്കമൊന്നും കണ്ടിട്ടില്ല. അനങ്ങുമായിരിക്കും അല്ലേ? അടുത്ത ജൂണിലെങ്കിലും അത് തയ്യാറാക്കി തരും.
നമ്മൾ എല്ലാ ക്ലാസ്സിലും അത് ആവർത്തിക്കണം. ഈശോ മിശിഹ ഏകരക്ഷകനാണ്. അതാണ് ഒന്ന്. രണ്ട്, സഭയും ഈശോയും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. നമ്മുടെ ഏറ്റവും വലിയൊരു പറയും, എനിക്ക് ഈശോയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഈ സഭ എന്നൊക്കെ പറയുന്നത് ഇത് കുറേ മെത്രാന്മാരുടെയും അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും എല്ലാവരുടെയും കൂടെ ഒരു ഇടപാടാണ്. പിന്നെ പള്ളി കമ്മിറ്റിക്കാർ മാക്സിമം പോയി, അത്രയേ ഉള്ളൂ. ഇതുമായിട്ട് ഞങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ളൊരു നമ്മുടെ ഏറ്റവും വലിയ പരാജയം അതാണ്. സഭ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയി. സഭ എന്താണ്? ഈശോയുടെ ശരീരമാണ് സഭ. നമ്മുടെ കർത്താവിൻ്റെ ശരീരമാണ്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. കർത്താവിൻ്റെ ശരീരമാണ് സഭ. അതില് ഫുൾട്ടൻ ജേഷീൻ പറയുന്ന മനോഹരമായ ഒരു ചിന്തയുണ്ട്. എന്താണത്? ഈശോയ്ക്ക് നമ്മൾ വെറും 33 വർഷത്തെ ആയുസ്സേ കൊടുക്കുന്നു. അത് വായിച്ചപ്പോഴേ എനിക്ക് തോന്നി, ശരിയാ. നമ്മൾ ഈശോയുടെ പിറവിയൊക്കെ എന്ത് കാര്യമായിട്ട് ആഘോഷിക്കുന്നു അല്ലേ? ക്രിസ്മസ് ഗംഭീരമായിട്ട് ആഘോഷിക്കും. കാരണം ഈശോ ജനിച്ചു. പിന്നെ മനുഷ്യരെല്ലാം പള്ളി പോകുന്നത് എന്നാ? ദുഃഖവെള്ളിയാഴ്ചയാണ്. ഒരിക്കലും പള്ളി പോകാത്തവനും പള്ളി പോകും. കാരണം എന്നാ? ഈശോ മരിച്ചെന്നും അവന് ഉറപ്പാ. ഉയിർപ്പൊക്കെ ഒരു കണക്കാ. ഉയിർപ്പ് നമ്മുടെ MCBS സഭാംഗമായ തോമസ് ഇടയാലച്ചൻ ഉയിർപ്പിൻ്റെ 14 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രൂപതയിൽ എല്ലായിടത്തും നമുക്ക് വന്ന് നമ്മുടെ ഉയിർപ്പിൻ്റെ 14 സ്ഥലങ്ങൾ. അതായത് ഉയിർപ്പിലുള്ള വിശ്വാസത്തിൽ നമ്മൾ വളരണം. അപ്പോൾ ഈശോ ഉദ്ധാനം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട 14 സ്ഥലങ്ങൾ എടുത്തിട്ട് അച്ഛനത് മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഈശോ ഉയർത്തു എന്ന് വിശ്വസിക്കുമ്പോഴാണ് അവൻ ഇന്നും ജീവിക്കുന്നത്. നമ്മൾ ഈ മാർത്തോമാ സ്ലീവ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നത് സർവ്വടത്തും കൊണ്ടുപോയി ഈ സ്ലീവ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടല്ല. പലരുടെയും ചിന്ത എല്ലായിടത്തും കാണുന്നിടത്തെല്ലാം കൊണ്ടുപോയി മാർത്തോമാ സ്ലീവ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് സംതൃപ്തിയായി, ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. അല്ല, അത് കാണുമ്പോൾ ആരെ ഓർക്കണം? ഈശോ ഉദ്ധാനം ചെയ്തെന്നോ ഓർക്കണം. ആ വലിയ ഒരു യാഥാർത്ഥ്യം നമ്മൾ പ്രഘോഷിക്കുക. അത് പ്രഘോഷിക്കാതെ ചുമ്മാ അതിൻ്റെ ആകൃതിയും പ്രകൃതിയും കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഫ്ലവറിങ് ക്രോസ്, റിസറക്ഷൻ ക്രോസ്. എന്തുകൊണ്ടാണ് നമ്മൾ ദേവാലയങ്ങളിൽ റിസറക്ഷൻ ക്രോസ് വെക്കണമെന്ന് പറയുന്നത്? നമ്മൾ ആരാധിക്കുന്നത് ഉദ്ധിതനായ, മരിച്ച് ഉദ്ധാനം ചെയ്ത കർത്താവിനെയാണ്. അതുകൊണ്ടാ ചിലരുടെയൊക്കെ വിചാരം ഈ ക്രൂശിത രൂപവും മാർത്തോമാ സ്ലീവായും രണ്ടും ശത്രുക്കളാണ് എന്നാണ്. അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് മരിച്ചെന്ന് നമുക്ക് ആർക്കാണ് സംശയം? കുരിശ് നമ്മൾ വണങ്ങുന്നത് തന്നെ കർത്താവ് മരിച്ചു, കർത്താവിന്റെ മരണത്തിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ അവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്, കാരണം അവൻ ഉദ്ധാനം ചെയ്തു. അതാണ് ഈ അടയാളം നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം അടയാളങ്ങൾ, ഇതൊന്നും വിഗ്രഹങ്ങളല്ല. ക്രൂശിത രൂപവും വിഗ്രഹമല്ല, മാർത്തോമാ സ്ലീവായും വിഗ്രഹമല്ല, അല്ലേ? ഇതിനെ വിഗ്രഹങ്ങളാക്കുന്നതാണ് കുഴപ്പം. ഇതെല്ലാം പ്രതീകമാണ്. ഒരു വലിയ യാഥാർത്ഥ്യത്തേക്ക് നമ്മളെ ധ്യാനിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഉദ്ധിതനായ ഈശോയെ കുറിച്ച് നമ്മളെ ധ്യാനിക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു പ്രതീകമാണത്. അത്രയേ ഉള്ളൂ. അത് നമ്മൾ എന്തുകൊണ്ടാണ് പൗരസ്ത്യ സഭകള് മധുബഹായിൽ ഈ മാർത്തോമാ സ്ലീവ വെക്കുന്നത്? കാരണം ഈ ഉദ്ധാനം ചെയ്ത ഈശോയെ ആരാധിക്കുന്ന ഒരു സമൂഹം ആ റിസറക്ഷൻ ക്രോസുകളിലാണ് വെക്കുന്നത്. അത്രയേ ഉള്ളൂ. ഒരു അടയാളത്തിന്റെ അപ്പുറത്ത് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ അത് കാണുമ്പോഴെല്ലാം നമ്മൾ ഈശോ ഉദ്ധാനം ചെയ്തു എന്ന വലിയ യാഥാർത്ഥ്യത്തെ ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യണം. അവൻ ഉദ്ധാനം ചെയ്തു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഇപ്പൊ ഫുൾട്ടൻ ജേഷീൻ പറയും, ഈശോ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണ്. അനാദി മുതൽ മനുഷ്യാവതാരം വരെ അവിടുന്നുണ്ട്. അവിടുന്നിലൂടെയാണ് സർവ്വതും സൃഷ്ടിക്കപ്പെട്ടത്, അല്ലേ? നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നുണ്ട്. അനാദി മുതലേ ഈശോയുണ്ട് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായിട്ട്. പക്ഷെ നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു. ബത്ലഹേമിൽ ആരംഭിച്ചു. ആ 33 വർഷം അവിടുന്ന് മരിച്ചു, അവിടുന്ന് ഉത്ഥാനം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? മൂന്നാമത്തെ തലം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയും, അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. എന്നിട്ട് ഫുൾട്ടൻ ജേഷീൻ പറയും, പന്തക്കുസ്താ ദിനത്തിൽ അവിടുന്ന് മറ്റൊരു ശരീരമെടുത്തു. ആ ശരീരത്തിന്റെ പേരാണ് സഭ.
അന്നല്ലേ സഭ ജനിച്ചത് പന്തക്കോസ്തായിൽ. ഞാൻ പലയിടത്തും ചെന്ന് സൺഡേ സ്കൂൾ അധ്യാപകരോടും അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഈശോ ഇന്ന് എവിടെയാണ്? അവർ പരമാവധി പറയുന്നത് കുർബാനയിലാണെന്നാണ്. സഭയിലാണ് ഈശോ ജീവിക്കുന്നതെന്ന് പറയുന്നത്. കാരണം കർത്താവിൻ്റെ ശരീരമാണ് സഭ. ആ ഒരു വലിയ ബോധ്യം ഉണ്ടാവണം. നമ്മൾ ഈ ഹയറാർക്കി, മെത്രാന്മാര്, മാർപ്പാപ്പ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു മാർക്സിസ്റ്റ് ചിന്തയിൽ മേലാളന്മാരും കീഴാളന്മാരും ബൂർഷ്വാകളും അടിമകളും എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഇതിനെല്ലാം വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ ദൈവം, ഈ സഭ നിലനിൽക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയ ഒരു ഘടനയാണ് ഈ ഹയറാർക്കി എന്ന് പറയുന്നത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സഭ ചതറിപ്പോവുകയാണ്. ഈ സഭയെ ഒരുമിച്ച് നിർത്താൻ ദൈവം നൽകിയ ഒരു ഘടനയാണ്. പരിശുദ്ധ പിതാവിനെ മെത്രാന്മാരെല്ലാവരും അനുസരിക്കുന്നു. മെത്രാന്മാരെ വൈദികരനുസരിക്കുന്നു. അത് വ്യക്തികളെയല്ല, ആ പ്രബോധനത്തെ, അവർ നൽകുന്ന പ്രബോധനം പരിശുദ്ധാത്മാ പ്രേരിതമാണ്. സിനഡ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് അനുസരിക്കുന്നത്, അതല്ലാതെ ഏതെങ്കിലും കുറച്ച് വ്യക്തികൾ പറഞ്ഞത് കൊണ്ടല്ല. അപ്പൊ അങ്ങനെ സഭയെ കാണാൻ പറ്റണം. സഭയെന്ന് പറയുന്നത് ഈശോയുടെ തുടർച്ചയാണ്. മൂന്നാമതായിട്ട് ചിലര് ചോദിക്കും, എന്നോടൊരു ചെറുപ്പക്കാരൻ പയ്യൻ ചോദിച്ചേ, പിതാവേ, ഈശോ നമ്മളെ രക്ഷിച്ചില്ലേ? ഞാൻ പറഞ്ഞു, നിനക്കെന്നാ സംശയം? ഉള്ള കാര്യം പറ, രക്ഷിച്ചോ ഇല്ലയോ? ഞാൻ പറഞ്ഞു, രക്ഷിച്ചു. എന്നാ പിന്നെ എന്നാ പ്രശ്നം? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നു? ഈ ഒരു ഭയങ്കര ചോദ്യം അവന്മാർ ചോദിക്കുന്ന കേട്ടോ. ഈശോ നമ്മളെ രക്ഷിച്ചോ ഇല്ലയോ? രക്ഷിച്ചു. എന്നാ പിന്നെ ഞങ്ങളെ അങ്ങ് വെറുതെ വിട്ടുകൂടെ? ഞങ്ങൾ എന്തിനാ നിങ്ങളിങ്ങനെ ഞങ്ങളുടെ പുറകെ നടക്കുക? രക്ഷിച്ചല്ലോ. അപ്പം ഞാൻ പറഞ്ഞ, മോനെ, രക്ഷിച്ചു എന്ന് പറഞ്ഞാലും ആ രക്ഷയെന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. കർത്താവ് ഒരു പ്രാവശ്യമേ വന്നുള്ളൂ. കർത്താവ് 2 പ്രാവശ്യം വരവുണ്ട്. ഒന്നാമത്തെ വരവിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്, രണ്ടാമത്തെ വരവ് വരെയാണിത്. അപ്പൊ പിന്നെ എന്നോട് ചോദിച്ചു, അപ്പൊ പിന്നെ കർത്താവ് എന്നാ ചെയ്തേ? കർത്താവ് നമ്മളെ നീതീകരിച്ചു, അല്ലേ? ഹി ജസ്റ്റിഫൈഡ് അസ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് അവിടുന്ന് നമ്മളെ നീതീകരിച്ചു. എന്നിട്ട് രണ്ടാമത്തെ ആഗമനം വരെ ജനിക്കാനിരിക്കുന്ന സർവർക്കും ആ നീതീകരണത്തിന്റെ ഫലങ്ങൾ ലഭ്യമാകാൻ അവിടുന്ന് സഭ സ്ഥാപിച്ചു. ആ സഭയിലൂടെ അവിടുന്ന് നമ്മളെ വിശുദ്ധീകരിക്കുന്നു. സാങ്ക്ടിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? കൂദാശകളിലൂടെയാണ്. അതുകൊണ്ട് ഈശോയുടെ നീതീകരണത്തിന്റെ ഫലങ്ങൾ സ്വന്തമാക്കാൻ നീ കൂദാശ സ്വീകരിച്ചേ പറ്റൂ. രക്ഷയ്ക്ക് വേറെ മാർഗമില്ല. നിനക്ക് രക്ഷിക്കപ്പെടണോ? നീ കൂദാശകൾ സ്വീകരിക്കണം. കൂദാശകളിലൂടെയാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്. ഇനി ഇത് പൂർത്തീകരിക്കുന്നത് എപ്പോഴാണ്? അവിടുത്തെ രണ്ടാമത്തെ വരവിലാണ്. അന്ന് നടക്കുന്നത് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം. അതുകൊണ്ടാണ് നമ്മൾ ആ മഹത്വീകരണത്തെ ലക്ഷ്യമാക്കി പോകുന്ന പ്രത്യാശയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. വി ആർ പീപ്പിൾ ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ ജനമാണ് നമ്മളെല്ലാവരും ആ മഹത്വീകരണത്തിന്റെ അനുഭവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുകയാണ്. വൈദികരും സന്യസ്തരും എല്ലാം ആ മഹത്വീകരണത്തിന്റെ മുന്നാസ്വാദനം ജനങ്ങൾക്ക് നൽകുകയാണ്. അപ്പോ അതാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് ഈ സഭ എന്താണെന്നും കൂദാശ എന്താണെന്നും നമ്മുടെ ചെറുപ്പക്കാർക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇന്നും ജീവിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടെത്തുന്നത് കൂദാശകളിലൂടെയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒരുമിച്ച് പറയാം, ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ നാം കണ്ടെത്തുന്നത് കൂദാശകളിലൂടെയാണ്. അപ്പൊ സഭയും കൂദാശയും ഒന്നും ഈശോയ്ക്ക് പുറത്തുള്ള ഒരു സംഭവമല്ല. സഭയിലൂടെ, കൂദാശകളിലൂടെ ഞാൻ എൻ്റെ കർത്താവിനെ തൊട്ടറിയുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കൂദാശകളാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗം. അതുകൊണ്ടാണ് നമ്മൾ ഒരുങ്ങി കുമ്പസാരിച്ച്
കൂദാശകൾ സ്വീകരിക്കണമെന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ട് കൂദാശകൾ സ്വീകരിക്കണം, കാരണം അതാണ് രക്ഷയുടെ മാർഗം. ഇനി മറ്റൊന്ന്, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നമ്മുടെ ജനത്തിന് തീരെ ഇല്ലാത്തൊരു ബോധ്യമാണ്. വി ആർ ദ ചോസൺ പീപ്പിൾ. ചോസൺ ഫോർ വാട്ട്? എവ്രിവൺ ഈസ് ചോസൺ ഫോർ സംതിങ് എൽസ്. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്? വിശുദ്ധീകരിക്കാൻ. എന്തിനാ? ലോകത്തെ വിശുദ്ധീകരിക്കാൻ. അതിന് നമ്മളെ തെരഞ്ഞെടുത്ത്, 12 പേരെ തെരഞ്ഞെടുത്ത്, നമ്മളെ തെരഞ്ഞെടുത്തിട്ട് കൂദാശകളിലൂടെ നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളിലൂടെ ലോകത്തെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ സഭയുടെ ഒരു ജീവിതം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം സഭയുടെ ദൗത്യത്തിനായിട്ട് നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, ഇതിൻ്റെയൊക്കെ ദശാംശം ദൈവത്തിന് കൊടുക്കണം. ദൈവം തന്നതാണ്, ദൈവത്തിന് നൽകണം. ദൈവരാജ്യത്തിനായിട്ട് എൻ്റെ കഴിവുകളും എൻ്റെ ആരോഗ്യവും എൻ്റെ സമയവും എൻ്റെ സമ്പത്തും എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നതൊക്കെ ദൈവത്തിന് അതിൻ്റെ ദശാംശം നമ്മൾ കൊടുക്കണം. അതോടൊപ്പം സുവിശേഷം പ്രസംഗിക്കണമെന്നത് കൽപ്പനയാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ സുവിശേഷം പ്രസംഗിച്ചാൽ മതി എന്നല്ല കർത്താവ് പറഞ്ഞത്. അതൊരു മാൻഡേറ്റ് ആണ്. ഗോ ഓൺ ടു ദ എൻഡ്സ് ഓഫ് ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നല്ല. ഇറ്റ്സ് എ കമാൻഡ്മെന്റ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. അത് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 2 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. നമ്മൾ ഒരാളോട് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ 4 കോടി ആയേനെ. അവരെല്ലാവരും കൂടെ ഒരാളോടും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ 8 കോടി ആയേനെ. ഇപ്പൊ നമ്മൾ 2000 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ചരിത്ര പുസ്തകവും എഴുതി തലേ വെച്ചോണ്ട് നടക്കാം. നമ്മളിപ്പോഴും 2% ഉള്ളൂ. അതിന്റെ കാരണം എന്നാ? നമ്മൾ അബദ്ധത്തിൽ പോലും ഒരുത്തനോടും സുവിശേഷം പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് സുവിശേഷം പറയാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മരക്ഷയാണ്, ഭൗതിക രക്ഷയല്ല. സാമ്പത്തിക സമൃദ്ധിയുടെ സുവിശേഷമല്ല നമ്മൾ പ്രഘോഷിക്കുന്നത്, ആത്മരക്ഷയാണ്. മോനെ, നീ എഞ്ചിനീയർ ആകുന്ന എന്തിനാണ്? നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ. അയ്യോ, അതിനു വേണ്ടിയിട്ടാണ്. നീ ഡോക്ടർ ആകുന്ന എന്തിനാണ്? ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ഒരു സ്പോർട്സ്മാൻ ആകുന്ന എന്തിനാണ്? ആത്മാവിനെ രക്ഷിക്കാൻ. ആത്മരക്ഷ വിട്ട ഒരു പണി, ഒരു ഇടപാട് കത്തോലിക്കനില്ല, ക്രിസ്ത്യാനിക്കില്ല. നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ദൈവാരാധനയുടെ തുടർച്ചയാണ്, എക്സ്റ്റൻഷൻ ഓഫ് ലിറ്റർജിയാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തനം. പള്ളിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മനുഷ്യനിൽ ദൈവത്തെ കാണാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭയുടെ സമ്പത്ത് എന്നൊക്കെ പറയുന്നത് പൊതുസമ്പത്താണ്, ദൈവരാജ്യത്തിനു വേണ്ടിയുള്ള സമ്പത്താണ്, വ്യക്തികളുടെ സമ്പത്തല്ല. ഇങ്ങനെ കുറച്ച് അടിസ്ഥാന ബോധ്യങ്ങൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഞാൻ സമാപിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി നിങ്ങളെല്ലാം കണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ പിതാവെന്നുള്ള നിലയിൽ എനിക്കൊത്തിരി സംതൃപ്തിയുള്ള ഒരു ദിവസമാണിത്. ഇത്രയും പേര് സുവിശേഷം പഠിപ്പിക്കാൻ, അതുപോലെ നമ്മുടെ സഭയുടെ മക്കളായിട്ട് അനേകരക്ക് ഈ രക്ഷയുടെ മാർഗം പറഞ്ഞു കൊടുക്കാനായിട്ട് തയ്യാറായി വന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെറിയൊരു കാര്യം ഇവിടെ പറയാനായത്, സൺഡേ സ്കൂൾ സംവിധാനത്തെ നമ്മൾ കുട്ടിക്കളിയാക്കരുത്. ഈ വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങി, അവിടെ പിക്നിക്കിനും പോയി, ഇവിടെ പിക്നിക്കും പോയി, ആ കമൻറ്റും ഇട്ട് ഈ കമൻറ്റും ഇട്ട് നമ്മളിതൊരു കുട്ടിക്കളിയാക്കരുത്. ഇതൊരു കമ്മിറ്റ്മെൻ്റാണ്, ഇതൊരു സമർപ്പണമാണ്. ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്, ഇതൊരു വിളിയാണ്. അതുകൊണ്ട് അത് ആ ഗൗരവബോധത്തോടു കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കണം. നമ്മുടെയൊക്കെ സൺഡേ സ്കൂളുകളിൽ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഒത്തിരി പേര് പഠിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. ചിലരൊക്കെ ഈ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ മാർക്ക് കിട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് കിട്ടിക്കോട്ടെ, അതിനകത്ത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മാർക്കൊക്കെ കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞാലും വല്ലപ്പോഴുമെങ്കിലുമൊക്കെ സുവിശേഷം പറയാൻ വരണം. പിന്നെ ഞങ്ങൾക്കൊരു ഇടപാടും ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് മാറി നിൽക്കരുത്. നമ്മുടെ ഒരു പ്രശ്നം അതാണ്. നമ്മുടെ സഭയിൽ ഒത്തിരി പേര് ഈ സഭയുടെ വിവിധ സ്ഥാപനങ്ങളിലൊക്കെ നല്ല ശമ്പളമൊക്കെ വാങ്ങിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ സഭയുടെ ദൗത്യത്തോടൊരു സ്നേഹം, ഒരാത്മാർത്ഥത അതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒക്കെ വരാനുണ്ട് എന്നെനിക്ക് തോന്നുന്നു. സ്വന്തമെന്ന് കരുതി
ഈ സൺഡേ സ്കൂളിനെയും ദേവാലയത്തെയൊക്കെ കരുതുന്ന ചെറുപ്പക്കാർ നമുക്ക് വേണം. കാരണം നമുക്ക് ഒരു ജോലിയൊക്കെ കിട്ടി, നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ചില ശത്രുക്കളാവും ഇതിൻ്റെ. അതുകൊണ്ട് ഇനിയിപ്പോഴത്തെ ഓരോ പ്രാവശ്യവും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ടെസ്റ്റ് വരുമ്പോഴും ഞങ്ങൾക്കെല്ലാം ടെൻഷനാണ്. കാരണം ഒരു 700 പേര് ഇത് എഴുതും, അതിനകത്തൊരു 200 പേര് ലിസ്റ്റിൽ കയറും, ബാക്കി 500 പേര് ഞങ്ങളുടെ ശത്രുക്കളാവും. പിന്നെ ആ കിട്ടിയ 200 പേരോ അവർക്ക് ഞങ്ങളോട് ഒരു സ്നേഹവും ഇല്ല. അവരിങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടക്കാം. എല്ലാവരെയും അല്ല കേട്ടോ, അതിനകത്തൊക്കെ ഒത്തിരി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒത്തിരി അധ്യാപകരൊക്കെ ഉണ്ട്. ഒരു വലിയ സങ്കടമാണ്. ഇപ്പോൾ ഒത്തിരി പേര് എന്നെ കാണാൻ വരുന്നുണ്ട്, ജോലി തരണം. അപ്പോൾ എനിക്ക് പലപ്പോഴും ഒക്കെ ചിന്തയും, ഞാനൊരു വലിയ മാനേജ്മെൻറ്റ് മുതലാളിയായി മാറിയോ? നമ്മൾ പിതാവ്, വിശ്വാസം പഠിപ്പിക്കേണ്ട പിതാവ്. ഇവർ ഒത്തിരി പേര് എന്നെ കാണാൻ വരുന്നത് സെക്രട്ടറിച്ച് പറയുമ്പോൾ എൻ്റെ വിചാരം ഇവരെല്ലാം പ്രാർത്ഥിക്കാൻ വരുന്നതാണ്. പക്ഷെ ആരും ഒരു പ്രാർത്ഥന പോലും ചോദിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ചോദിച്ചൊക്കെ ഞാൻ പോവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഒന്നാമത് നമ്മുടെ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും പിള്ളേർ കുറയുക, ഡിവിഷൻ ഫോളാണ്, പോസ്റ്റ് എല്ലാം പോവുക. ഈ അധ്യാപകർ തന്നെ പലരും അവരുടെ പിള്ളേരെ വേറെ വല്ലയിടത്തും കൊണ്ടുപോകാൻ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് പാർട്ടികൾ അല്ലേ, എന്തോ ഒരു സ്നേഹമാണ് സഭയോട്. അപ്പോൾ എന്നിട്ട് നമുക്ക് എത്ര പേർക്ക് ഇപ്പോൾ ജോലി കൊടുക്കാൻ പറ്റും? വളരെ കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുമായിട്ടൊന്നും വിശ്വാസ പരിശീലന രംഗത്തേക്ക് നിങ്ങൾ കടന്നു വരരുത്. സുവിശേഷം, ആത്മരക്ഷ, നമ്മുടെ മുമ്പിലെത്തുന്ന കുഞ്ഞുങ്ങളുടെ ആത്മരക്ഷ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസ പരിശീലന രംഗത്തേക്ക് വരണം. അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം മാറിപ്പോവുകയും നമ്മളെങ്ങും എത്താതെ പോവുകയും ചെയ്യും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതിലുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് സന്ദേശ നിലയത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ബാബു അച്ഛനെയും മാമ്പ്രയച്ഛനെയും അതുപോലെ അച്ഛന്മാരോട് സഹകരിക്കുന്ന എല്ലാവരെയും, ടോമിനച്ഛനുണ്ട്, പിന്നെ സ്റ്റാഫുണ്ട്, വളരെ സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.